ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മളൊരു പുതിയ മുല്ലവിശേഷമാണ് പറയണേ. ഇത് ഞാലിത്തല എന്ന് പറയും. ഈ ഞാലിമ മുട്ടുണ്ടാവില്ല. കൂമ്പെടുത്ത് വന്നാലും നമുക്കതുമ്പോൾ മുട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കൂടുതലായിട്ട് കൂമ്പെടുക്കാനുള്ള പ്രവണത കാണിക്കുമ്പോഴാണ് ഇതേപോലെ ഞാലിത്തലകൾക്ക് കൂടുതൽ വരിക. അപ്പം നമ്മൾ ആ ഞാലിത്തല പറിച്ച് കളഞ്ഞാൽ മാത്രമാണ് നന്നായിട്ട് കൂമ്പുകൾ എന്താ പറയുക മുട്ടുകളുള്ള കൂമ്പുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതിങ്ങനെ പൊട്ടിച്ച് കളയും. പക്ഷേ പൊട്ടിച്ച് കളയുമ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോരും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളത് തിരഞ്ഞു പിടിച്ച് അടിയിൽ നിന്ന് തന്നെ പറിച്ച് കളയും കേട്ടോ. അതിൻ്റെ കടയിൽ നിന്ന് തന്നെ അടർത്തി കളഞ്ഞാലാണ് വൃത്തിയായിട്ട് പോരുള്ളൂ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊന്ന് രണ്ട് തലയായിട്ട് പൊന്തി വരികയാണ് ചെയ്യുക. ഇനി മോൾ ഭാഗത്ത് മാത്രമല്ല കേട്ടോ ഞാലിത്തല ഉണ്ടാവുക, അടിഭാഗത്തും ചെടിയുടെ അടിഭാഗത്തും ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇതൊന്നല്ല നിറയെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഇതുപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ചെയ്യണം. കൂടുതലൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യണം. ചേട്ടനാണ് കേട്ടോ മെയിനായിട്ട് ഞാലിത്തല പറിക്കുന്ന ആൾ. ഞാൻ കുറച്ചേശൊക്കെ പൊട്ടിക്കുകയുള്ളൂ. എനിക്ക് അടിയിൽ നിന്നൊക്കെ പറിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. മുകളിലൊക്കെ നന്നായിട്ട് ഉള്ളപ്പോൾ ചേട്ടൻ പറയുമ്പോൾ മാത്രം കുറച്ച് നേരമൊക്കെ നിന്ന് ഞാൻ പൊട്ടിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് ഞാലിത്തല പൊട്ടിച്ച് ഇപ്പം ഇത്രയേ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് ചെടികളുടെ മാത്രം പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളും മുല്ലയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ വീണ്ടും ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.